കേന്ദ്ര ബജറ്റ് നാളെ അവതരിപ്പിക്കുമ്പോൾ ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ തുടർച്ചയായ 9ാമത്തെ ബജറ്റാണ്. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ 3ാമത്തെ ബജറ്റാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തവണയും പ്രതീക്ഷകൾ ഏറെയാണ്. നമുക്കറിയാം, ഓരോ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പും ഓരോ സംസ്ഥാനങ്ങൾ ആ സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രത്തിന് മുന്നിൽ വയ്ക്കുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ പദ്ധതി രേഖകളും മറ്റുമൊക്കെ സമർപ്പിക്കും. എംപിമാരും ഒക്കെയായുള്ള ആശയവിനിമയം ഒക്കെ നടത്തുകയും ചെയ്യും. അതിനുശേഷമൊക്കെയാണ് ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. നിലവിൽ കേരളം എന്തൊക്കെ ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നത് നമുക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പരിശോധിക്കാം. ഇത്തവണയും കേരളം പ്രത്യേകമായ സാമ്പത്തിക പാക്കേജ് ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് GST സമ്പ്രദായത്തിലേക്ക് രാജ്യം പോയതിനു ശേഷം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിൽ കേരളം നേരിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ നേരിടുന്ന പശ്ചാത്തലത്തിൽ ഇത്തവണയും 21,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ആണ് പ്രധാനമായും കേരളം ആവശ്യപ്പെടുന്നത്. മറ്റ് ആവശ്യങ്ങൾ എന്തൊക്കെ എന്നതുകൂടി നമുക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പരിശോധിച്ചു പോകാം. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് വിഴിഞ്ഞം തുറമുഖത്തിന് എന്തൊക്കെ പദ്ധതികൾ ഉണ്ടാകും എന്നത് തന്നെയാണ്. അതോടൊപ്പം തന്നെ റെയർ എർത്ത് ഇടനാഴി എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. വിഴിഞ്ഞം, ചവറ, കൊച്ചി തീരമേഖലയെ ബന്ധിപ്പിക്കുന്ന ഇടനാഴിയാണ് റെയർ എർത്ത്. ഒപ്പം കേരളത്തിൻ്റെ സാമ്പത്തിക വികസനത്തിൽ വലിയ മുതൽക്കൂട്ടാകും എന്ന് പ്രതീക്ഷിക്കുന്ന വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ 2ാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം കഴിഞ്ഞതേയുള്ളൂ. ഇനി എന്തൊക്കെ വിഴിഞ്ഞത്തിന് പ്രത്യേകമായി അനുവദിക്കും എന്നത് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്ന ഒന്നാണ്. ഒപ്പം മറ്റൊന്ന് എന്നത് റബ്ബറിൻ്റെ താങ്ങുവില ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഉൾപ്പെടെ റബ്ബർ കർഷകർക്ക് എന്ത് എന്ന ചോദ്യം ഉയർന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇവിടെ ഈ തോട്ടം മേഖലയ്ക്ക് വേണ്ടി പ്രത്യേക പാക്കേജ് ഉണ്ടാകുമോ എന്ന കാത്തിരിപ്പുണ്ട്. അതോടൊപ്പം തന്നെയാണ് റബ്ബറിൻ്റെ താങ്ങുവില, നെല്ല് സംഭരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എന്തായിരിക്കും ഇത്തവണ കേന്ദ്രത്തിൻ്റെ പക്കൽ നിന്ന് കേരളത്തിന് ലഭിക്കാൻ പോകുന്നത് എന്നതും കേരളം ഉറ്റുനോക്കുന്ന ഒന്ന് തന്നെയാണ്. റബ്ബർ കർഷകരുടെ വിഷയം പലപ്പോഴും കേരള രാഷ്ട്രീയത്തിലടക്കം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്ന സാഹചര്യത്തിലാണ് ഇത്. മറ്റൊന്ന്, ഈ വന്യജീവി ആക്രമണത്തിന് എന്തൊക്കെയാണ് പ്രതിവിധി എന്നുള്ളതാണ്. വന്യജീവി ആക്രമണവും കേരളത്തിലേറെ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വന്യജീവി ആക്രമണത്തെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള കൂടുതൽ പദ്ധതികൾ കേന്ദ്രം പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ്. മറ്റൊന്ന്, വർഷങ്ങളായുള്ള കേരളത്തിൻ്റെ ഒരു കാത്തിരിപ്പാണ്. അത് എയിംസിൻ്റെ വരവാണ്. പലപ്പോഴും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം എയിംസ് കേരളത്തിന് ലഭിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ഇത്തവണ ബജറ്റിൽ എയിംസ് പ്രഖ്യാപിക്കുമോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആണ് അറിയേണ്ടത്. ഇങ്ങനെ എന്തൊക്കെയാണ് പുതിയ പദ്ധതികൾ? അതോടൊപ്പം അതിവേഗ റെയിൽ എന്നത് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ആ അതിവേഗ റെയിൽ പദ്ധതി കേരളത്തിൽ ചർച്ച ചെയ്യുമ്പോൾ തന്നെയാണ് ശബരി റെയിലിൻ്റെ പൂർത്തീകരണത്തിലേക്ക് പോകാൻ സാധിക്കുമോ? പുതിയ പ്രൊജക്റ്റുകൾ ഗതാഗത മേഖലയിൽ കേരളത്തിന് എന്തൊക്കെ എന്ന സംശയം കൂടി ഉണ്ടാകുന്നുണ്ട്. ഇത്തരം നിരവധിയായ ആവശ്യങ്ങൾ കേരളം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ അനുകൂലമാകുന്ന നിലപാടുകൾ ഉണ്ടാകുമോ? സജിത്തിലേക്ക് തന്നെ. സജിത്ത്, കേരളത്തെ സംബന്ധിച്ച് ഒരു സംസ്ഥാന ബജറ്റ് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചു. അതിൽ മധ്യവർത്തിക്ക് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുണ്ട്, ക്ഷേമപ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിയിട്ടുണ്ട്, ഇൻഷുറൻസിൻ്റെ കരുതലിലേക്ക് കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ബജറ്റ് കാത്തിരിപ്പും പ്രതീക്ഷയും എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? കേരളം ഒരുപക്ഷെ അഭിലാഷ് സമീപകാലത്ത് പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ പ്രതീക്ഷകളാണ് നമുക്ക് മുന്നിലുള്ളത്. 21,000 കോടി രൂപയുടെ ഒരു സമഗ്രമായ പാക്കേജും സമഗ്ര പദ്ധതികളുടെ പ്രഖ്യാപനമാണ് കേരളം ആവശ്യപ്പെടുന്നത്. അത് സംബന്ധിച്ച 29 ഇന ലിസ്റ്റ് കേരളം കൈമാറിക്കഴിഞ്ഞു. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മേഖലകളെ പരാമർശിക്കുന്ന, അതായത് വിഴിഞ്ഞം പദ്ധതി അതിൻ്റെ തുടർച്ചയ്ക്ക് സാധ്യമാകുന്ന തരത്തിലുള്ള ഇടപെടലുകളും സാധ്യമാകുന്ന തരത്തിലുള്ള നീക്കങ്ങളും കേന്ദ്രത്തിൽ നിന്നും ഉണ്ടാവണം എന്നതാണ് പ്രതീക്ഷ. അതിൽ വ്യാവസായിക ഇടനാഴിയുണ്ട്, വിഴിഞ്ഞത്തേക്കുള്ള റെയിൽ കണക്ടിവിറ്റി ഉണ്ട്, റോഡ് കണക്ടിവിറ്റിയുടെ പൂർത്തീകരണമുണ്ട്, ഒപ്പം സീ ഫുഡ് ഫാക്ടറി ഉണ്ട്, മാരിടൈം പാർക്കുണ്ട്. ഇങ്ങനെ വിഴിഞ്ഞത്തിൻ്റെ അനുബന്ധ മേഖലകളെ വികസിപ്പിക്കാൻ കഴിയുന്ന കേന്ദ്ര സഹായം കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ മേഖലകളിലേക്ക് ഉണ്ടാവുമെന്ന് കരുതുന്നു. മറ്റൊന്ന്, കേരളത്തിൻ്റെ കരിമണലാണ്. കരിമണൽ തീരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു വ്യാവസായിക കോറിഡോർ അത് കേരളത്തിൻ്റെ ഒരു ആഗ്രഹമാണ്, ലക്ഷ്യമാണ്. അതിലേക്ക് ഒരു കേന്ദ്ര സഹായം ഇത്തവണ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുമപ്പുറമാണ് നമ്മൾ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച ഈ നമ്മുടെ പരമ്പരാഗത മേഖലകൾ, കേരളത്തിൻ്റെ കാർഷിക വ്യവസായ മേഖലകളിലെ പരമ്പരാഗത ഇടങ്ങളിലേക്കുള്ള ഒരു പരിഗണന. അതിൽ അല്പം കൂടി രാഷ്ട്രീയം ഒരു പക്ഷേ കടന്നു വരാനും സാധ്യതയുണ്ട് അഭിലാഷ്. കാരണം കേരളത്തിൽ റബ്ബർ കർഷകർക്ക് സംസ്ഥാന ബജറ്റിൽ ഒരു നീക്കിയിരിപ്പ് ഉണ്ടായിട്ടില്ല. അത് വലിയ വിമർശനങ്ങൾക്ക് ഇടവച്ചതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കേന്ദ്ര ബജറ്റിൽ ഒരു നീക്കിയിരിപ്പ് ഉണ്ടാകുമോ എന്ന കൗതുകമുയർത്തുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഒരുപക്ഷേ കേന്ദ്ര ബജറ്റിൽ ഈ വിലസ്ഥിരതാ ഫണ്ട്
ഉയർത്തുക എന്നൊരു നീക്കം കേന്ദ്ര ഫണ്ടിൽ റബ്ബർ കർഷകർക്ക് വേണ്ടി ഉണ്ടായെങ്കിൽ സംസ്ഥാന സർക്കാർ പരിഗണിക്കാത്തത് കേന്ദ്രം പരിഗണിച്ചു എന്ന തരത്തിൽ BJPക്കൊക്കെ ഉയർത്തിക്കാട്ടാനും കഴിയും. അപ്പോൾ അത്തരമൊരു പരിഗണനയും നീക്കവും കേന്ദ്ര ബജറ്റിൽ ഉണ്ടാകുമോ എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും നമുക്ക് നാളെ തന്നെ അറിയാൻ കഴിയും ഇത്തരത്തിലൊരു നീക്കമുണ്ടാകുമോ എന്നത്. പലപ്പോഴും സംസ്ഥാനത്തിൻ്റെ ഒരു ആവശ്യം കൂടിയാണ്. റബ്ബർ എന്നത് ഒരു രാജ്യത്തിൻ്റെ പൊതുവായ സാഹചര്യമാണ്. റബ്ബർ ബോർഡിൻ്റെ നിയന്ത്രണം അടക്കം കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് റബ്ബറിന് കേന്ദ്ര സഹായമാണ് പലപ്പോഴും ആവശ്യമെന്നത്. പക്ഷേ സംസ്ഥാനത്ത് റബ്ബർ കർഷകർ കൂടുതലുള്ള ഇടമാണ് കേരളം. അതുകൊണ്ട് തന്നെ ഇവിടെ സംസ്ഥാനം അതിന് പരിഗണന വേണമെന്ന മറുവാദവുമുണ്ട്. എന്തായാലും കേന്ദ്ര ബജറ്റിൽ അതിന് പരിഗണന ഉണ്ടാകുമോ എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. മറ്റൊന്ന് എയിംസ് ആണ്. ഇത്തവണ എന്തായാലും എയിംസ് ഉണ്ടാകുമെന്നതാണ് BJP നേതാക്കൾ പറയുന്നത്. കാരണം കേരളത്തിന് ഏറ്റവും പരിഗണന കിട്ടാൻ പോകുന്ന ഒരു ബജറ്റ് എന്ന്. അങ്ങനെയെങ്കിൽ ഏറെക്കാലത്തിന് ശേഷം എയിംസ് പ്രഖ്യാപനം കേരളത്തിൽ ഉണ്ടാകുമെങ്കിൽ അതെവിടെ എന്ന മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രപ്പോസൽ നമുക്കറിയാം. കോഴിക്കോട് ജില്ലയിലെ കിനാലൂരിലാണ് കേരളം സംസ്ഥാന സർക്കാർ സ്ഥലം കണ്ടെത്തി കേന്ദ്രത്തിന് മുന്നിൽ നിർദ്ദേശം വച്ചിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ കേരളത്തിന് പ്രഖ്യാപിക്കുമ്പോൾ ഏതെങ്കിലും പ്രത്യേക സ്ഥലം മെൻഷൻ ചെയ്തുകൊണ്ടുള്ള പ്രഖ്യാപനം ഉണ്ടായെങ്കിൽ അത് BJPക്ക് അല്പം താല്പര്യമുള്ള സ്ഥലം കൂടിയായി മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ നേരത്തെ തന്നെ സുരേഷ് ഗോപിയൊക്കെ പറഞ്ഞതുപോലെ ആലപ്പുഴയാകുമോ അതോ തൃശ്ശൂരാകുമോ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും എയിംസ് എന്ന പ്രഖ്യാപനം കേരളത്തിലുണ്ടാകുമെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ അത്തരം പരിഗണനകളും പ്രഖ്യാപനങ്ങളും ഉണ്ടായെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കൊക്കെ അത് ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന കാര്യവുമാണ്. അപ്പോൾ കേരളത്തിൻ്റെ പരിഗണനാ പട്ടികയിലേക്ക് സംസ്ഥാന സർക്കാർ കൈമാറിയ ലിസ്റ്റിന് അതേ തരത്തിലുള്ള പരിഗണന കിട്ടുമോ? സാധാരണ രീതിയിൽ കിട്ടാറില്ല. പക്ഷേ കേരളം തീർച്ചയായും അവിടെ സജിത്ത് ഈ സൂചിപ്പിക്കുന്ന പോലെ എല്ലാ ബജറ്റിനും അതിൻ്റെതായ ഒരു രാഷ്ട്രീയം കൂടി ഉണ്ടാകും. അതിപ്പോൾ സംസ്ഥാന ബജറ്റാണെങ്കിലും കേന്ദ്ര ബജറ്റാണെങ്കിലും പലപ്പോഴും BJP ഇതര പാർട്ടികൾ മാത്രമേ കേരളം ഭരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് BJP ബജറ്റ് അവതരിപ്പിക്കുമ്പോഴെല്ലാം വലിയ വിമർശനങ്ങൾ സ്വാഭാവികമായും ഉയരും. ചില പദ്ധതികളൊക്കെ സ്വാഗതം ചെയ്യാറുണ്ട്. ഇവിടെ ഇത്തവണ കേരളത്തിന് ഒരു പൊളിറ്റിക്കൽ അജണ്ട കൂടിയുണ്ടല്ലോ BJPയെ സംബന്ധിച്ചിടത്തോളം. അതിനെ കൂടുതൽ ബലപ്പെടുത്തുന്ന തരത്തിൽ തിരുവനന്തപുരം പിടിക്കാനും സാധിച്ചു. ഒരുപക്ഷേ കേന്ദ്രത്തിന്റെ ചില നഗരങ്ങളെ പ്രധാനമന്ത്രിയുടെ സ്കീമിലേക്ക് ഉൾപ്പെടുത്തുക, 100 കോടി ഈ നഗരത്തിന്റെ വികസനത്തിന് വേണ്ടി സ്മാർട്ട് സിറ്റി അതിലെ എന്റെ ലിസ്റ്റ് അങ്ങനെ വികസനം ആണ് അപ്പോൾ അങ്ങനെയുള്ള ചില പൊളിറ്റിക്കൽ നമുക്ക് കാണാൻ സാധ്യതയുണ്ടോ? ഒപ്പം 40 സീറ്റുകളിലെങ്കിലും നല്ല മത്സരം കാഴ്ചവെക്കണമെന്ന് BJP പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന് അനുകൂലമാകുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടോ? ഈ ആത്മീയ ടൂറിസം എന്നൊക്കെ പറയുന്ന സാധ്യതകളുണ്ടല്ലോ. അങ്ങനെയുള്ള ചില പദ്ധതികളിൽ കേരളത്തിൻ്റെ പേരുകൂടി അല്ലെങ്കിൽ കേരളത്തിലെ ചില പ്രദേശങ്ങളെങ്കിലും ഉൾപ്പെടുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. ചില പോക്കറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു നീക്കമായിരിക്കും കേന്ദ്ര ബജറ്റിൽ കേരളത്തിൻ്റെ പേരുകൾ പരാമർശിക്കപ്പെടാൻ സാധ്യത. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം നഗരം ഒരു പ്രധാനപ്പെട്ട ഇടമാണ്. പ്രധാനമന്ത്രി ഒരു വലിയ പ്രഖ്യാപനം നടത്താൻ പോകുന്നു എന്ന പ്രതീതി BJPയെ ജനിപ്പിച്ചതാണ്. പക്ഷേ ഒരു പ്രഖ്യാപനവും നടത്താതെ പ്രധാനമന്ത്രി ഇവിടുന്ന് മടങ്ങി. അങ്ങനെയെങ്കിൽ ആ പ്രഖ്യാപനത്തിന് ഇടം നൽകാൻ പോകുന്നത് കേന്ദ്ര ബജറ്റിലാണോ എന്നതാണ് ചോദ്യം. അങ്ങനെയെങ്കിൽ നിർമ്മലാ സീതാരാമൻ്റെ ബജറ്റിൽ ഒരുപക്ഷേ അതൊക്കെ ഉൾപ്പെട്ടിരിക്കാം. അതായത് തലസ്ഥാന നഗരം തിരുവനന്തപുരം നഗരത്തെ ഉൾപ്പെടുത്തുന്ന ഒരു കേന്ദ്ര പദ്ധതി ഒരുപക്ഷേ പ്രഖ്യാപിക്കപ്പെട്ടേക്കാം. അത് ഏത് രീതിയിൽ മാറുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. രാജ്യത്തെ നഗരങ്ങളെ പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരാനുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാരിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ നേരത്തെ നടപ്പിലാക്കിയ സ്മാർട്ട് സിറ്റി പദ്ധതിയൊക്കെ അതിൻ്റെ ഭാഗമാണ്. സമാനമായ പുതിയ നീക്കങ്ങൾ ഒരുപക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം. അത് ഉണ്ടായില്ലെങ്കിൽ BJPക്ക് വലിയ രാഷ്ട്രീയ വിമർശനം നേരിടേണ്ടി വരും. അതുകൊണ്ട് കൂടി അതുണ്ടാകുമെന്ന് നമുക്ക് കരുതാം. ഒപ്പം ചില പോക്കറ്റുകൾ, അത് ശബരിമല ഒരു തന്ത്രപ്രധാനമായ ഇടമാണ്. കാരണം BJPയെ സംബന്ധിച്ചും ഒരു രാഷ്ട്രീയ ലക്ഷ്യമുള്ള സ്ഥലം കൂടിയാണ് ശബരിമല. അപ്പോൾ ശബരിമലയെ കേന്ദ്രീകരിച്ചുള്ള ചില പ്രഖ്യാപനങ്ങളും നീക്കങ്ങളും ഉണ്ടായേക്കാം. അവിടേക്ക് വരുമ്പോഴാണ് ശബരി റെയിൽ പദ്ധതി സംബന്ധിച്ച പുതിയ നീക്കമുണ്ടാകുമോ എന്ന സാഹചര്യം. നമുക്കറിയാം കേരളത്തിൽ ശബരി പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശയക്കുഴപ്പം നമുക്കറിയാം. അതായത് അങ്കമാലി റെയിൽവേ പദ്ധതിയാണ് കേരളത്തിൻ്റെ ലക്ഷ്യം. പക്ഷേ ചെങ്ങന്നൂർ പദ്ധതിക്കാണ് കേന്ദ്രം താല്പര്യം കാണിക്കുന്നത്. ചെങ്ങന്നൂരിൽ നിന്നും പമ്പയ്ക്കുള്ള പദ്ധതിക്കാണ് കേന്ദ്രം താല്പര്യം കാണിക്കുന്നത്. ഇതൊരു തർക്ക വിഷയമായി നിൽക്കുകയാണ്. മാത്രമല്ല കേന്ദ്ര പദ്ധതിക്ക് പണം സംസ്ഥാനങ്ങളും തുല്യമായി ചെലവിടണമെന്ന വാദവും ഒരു തർക്കമായി നിൽക്കുന്നുണ്ട്. എന്തായാലും ഇതിലൊരു ക്ലാരിറ്റി വരുന്ന തരത്തിലുള്ള ഒരു പുതിയ നീക്കം ഉണ്ടാകുമോ എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. നേരത്തെ ഇടയ്ക്കൊന്ന് ചലനമുണ്ടാക്കിയ ഈ ശബരി റെയിൽ പദ്ധതിക്ക് പുതിയൊരു നീക്കം ഒരുപക്ഷേ വിവാദ കാലഘട്ടത്തിനിടയിൽ ഒരുപക്ഷേ നീക്കമായി മാറിയേക്കാം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്നതിന് തുല്യ അളവിലുള്ള ഒരു കേന്ദ്ര വിഹിതം കേരളത്തിന് കിട്ടാറില്ല എന്ന് നമ്മുടെ പതിവ് പരാതിയുണ്ട്.
അതിനോട് എത്ര കണ്ട് നീതി പുലർത്താൻ ഇത്തവണ കഴിയുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. വയനാട് അടക്കമുള്ള വലിയ നാശനഷ്ടങ്ങളുണ്ടായ ഇടങ്ങൾ ഉൾപ്പെടുന്ന സ്ഥലമാണ് കേരളം. കേന്ദ്രവിഹിതം കുറഞ്ഞുപോയി എന്ന പരാതികൾ നമ്മൾ നിരന്തരമായി ഉന്നയിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പദ്ധതി നീക്കങ്ങളോ പ്രഖ്യാപനങ്ങളോ ഉണ്ടാകുമോ എന്നതാണ്. കേരളത്തിൻ്റെ ലിസ്റ്റിനപ്പുറമുള്ള ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയും അവകാശവാദവും BJP നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നു. യെസ്, എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയുള്ള ഒരു കാത്തിരിപ്പാണ്. ഇതിലിപ്പോൾ സജിത്ത് സൂചിപ്പിച്ച പോലെ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാമല്ലോ, ഈ വന്യജീവി ആക്രമണത്തിൽ നിന്ന് തടയുന്നതിന് വന്യജീവി ആക്രമണമൊക്കെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ ചർച്ചയാകാൻ പോകുന്ന ഒന്നാണല്ലോ സജിത്ത്. അവിടെ കേന്ദ്രത്തിൻ്റെ ചില നിയമങ്ങളാണ് കേരളത്തിന് തിരിച്ചടിയാകുന്നത്. വന്യജീവികളെ ഉപദ്രവിക്കാൻ പാടില്ല എന്നത് ഉൾപ്പെടെയുള്ള ചട്ടങ്ങളാണ് തിരിച്ചടിയാകുന്നത് എന്ന് സംസ്ഥാന സർക്കാരിൻ്റെ വാദം നിലനിൽക്കുന്നു. അതേസമയം കേന്ദ്രം പറയുന്നത് കൃഷി മേഖലയിലേക്ക് കടന്നു വരുന്ന വന്യജീവികളെ മറ്റു തരത്തിൽ കൈകാര്യം ചെയ്യാമെന്നാണ്. അതിനെ തടയുന്നതിന് സംസ്ഥാന സർക്കാരാണ് നടപടിയെടുക്കേണ്ടത് എന്നാണ്. ഇത്തരം തർക്ക വിഷയങ്ങൾ നിരവധിയാണ്. അതോടൊപ്പം ഇത്തവണ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണല്ലോ ഈ റെയിൽ ഗതാഗത സംവിധാനം എന്നത്. അതിൽ ശബരിപാതയാണ് പ്രധാനപ്പെട്ടത് എന്ന് പറയുമ്പോൾ തന്നെ കെ-റെയിൽ എന്ന ഒരു പ്രൊജക്റ്റ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചു. അതിന് പച്ചക്കൊടി കാണിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. ഈ കഴിഞ്ഞ ബജറ്റിലും ബാലഗോപാൽ പറയുന്നുണ്ട് കെ-റെയിൽ വരും കേട്ടോ എന്നത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതിൻ്റെ പേര് മാറിയേക്കാം. കേന്ദ്രം അനുവദിക്കുന്നുവെങ്കിൽ സമ്മതിക്കുന്നുവെങ്കിൽ കേന്ദ്രവുമായി സഹകരിക്കാം. അതിനിടെയായിരുന്നു അതിവേഗ റെയിലിൻ്റെ DPR തയ്യാറാക്കുന്നു എന്ന നിലയിൽ ശ്രീധരൻ വാർത്താസമ്മേളനം നടത്തി കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇങ്ങനെ ഒരു റെയിൽ മേഖലയിൽ ഒരു യുദ്ധത്തിൻ്റെ പ്രതീതി ഉണ്ടല്ലോ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ അതിവേഗ റെയിൽ പോലെ കേരളത്തിൻ്റെ റെയിൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കാമോ സജിത്ത്? തള്ളിക്കളയാനാവില്ല അത്തരം പ്രഖ്യാപനങ്ങൾ. പക്ഷേ ഒരു കാര്യമുള്ളത്, മുൻ UPA സർക്കാരുകളുടെ കഴിഞ്ഞകാല കോൺഗ്രസ് സർക്കാരുകളിൽ നിന്ന് വ്യത്യസ്തമായി കേന്ദ്രാവിഷ്കൃത പദ്ധതികളെല്ലാം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സഹായം കൂടി ചേർത്ത് വെച്ചാണ് നടപ്പിലാക്കുന്നത് സംസ്ഥാനങ്ങളിൽ. അതായത് കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കണമെങ്കിലും അതിൽ സംസ്ഥാനം ഒരു വിഹിതം കൈമാറണം. അതായത് ഈ പദ്ധതിയുടെ പൂർത്തീകരണം അല്ലെങ്കിൽ പദ്ധതി ഏറ്റെടുത്ത് മുന്നോട്ട് പോകണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് കൺസെൻറ്റ് വളരെ നിർബന്ധമാണ്. അതാണ് ഈ റെയിൽ പദ്ധതികളിലും സംഭവിക്കുന്നത്. നമുക്കറിയാം, ശബരി റെയിൽ പദ്ധതിയിലടക്കം സ്റ്റേറ്റ് ഗവൺമെൻറ് വിഹിതമാണ് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി പ്രഖ്യാപിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന പദ്ധതികളിലും സ്വാഭാവികമായും സ്റ്റേറ്റ് വിഹിതം നിർബന്ധമാകും. അത് ഏറ്റെടുക്കാൻ കേരളം തയ്യാറാകുമോ എന്ന ചോദ്യമാണ്. അഭിലാഷ് സൂചിപ്പിച്ച ഈ നീക്കത്തിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. കാരണം സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം നീളുന്ന ഒരു അതിവേഗ റെയിൽ പദ്ധതിയാണ്. കെ-റെയിൽ എന്ന പേര് മാറ്റി പുതിയ RRTS എന്ന ഒരു പുതിയ പ്രഖ്യാപനവുമായിട്ടാണ് കേരളം മുന്നോട്ട് വന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ അത് ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന് ബദലായി കേന്ദ്ര ഗവൺമെൻറ് മറ്റൊരു നീക്കം നടത്തുമോ എന്നതാണ്. നമുക്കറിയാം, ശ്രീധരൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ നീക്കം, അദ്ദേഹം പൊന്നാനിയിൽ ഒരു ഓഫീസ് പോലും തുറന്നു. അതായത് കേന്ദ്ര സർക്കാരുമായുള്ള അനൗദ്യോഗിക ആശയവിനിമയങ്ങൾക്ക് ഒടുവിലാണ് ശ്രീധരൻ്റെ ഭാഗത്തു നിന്നും അത്തരമൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ബജറ്റിൽ ആ പ്രഖ്യാപനം ഉണ്ടാകുമില്ലേ എന്ന മറ്റൊരു ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രോജക്റ്റിന് വിരുദ്ധമായി അല്ലെങ്കിൽ അതിനെ മറികടക്കുന്ന മറ്റൊരു പദ്ധതി പ്രഖ്യാപനം കേന്ദ്ര ബജറ്റിൽ ഉണ്ടാകുമോ എന്ന ചോദ്യമാണ്. സ്വാഭാവികമായും അതിലൊരു രാഷ്ട്രീയമുണ്ട് എന്നത് അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ പദ്ധതി പൂർത്തീകരണത്തിനുമപ്പുറം അതൊരു അവകാശവാദങ്ങളായി ബജറ്റിൽ ഉയർത്തിക്കാട്ടാൻ ഇരു സർക്കാരുകളുടെ ശ്രമവും ഉണ്ടാകുമെന്ന ഒരു കാര്യം കൂടിയാണ്. ഒരു കാര്യം കൂടിയുള്ളത്, കാസർഗോഡിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ ശ്രീധരൻ മുന്നോട്ട് വെച്ചതെങ്കിൽ കാസർഗോഡിനെയും കൂടി ഉൾപ്പെടുന്ന പദ്ധതിയാണ്. കേരളത്തിൻ്റെ 10 റെയിൽ റൂട്ടുകളെ ഉൾപ്പെടുന്ന പദ്ധതിയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഈ നീക്കങ്ങൾക്ക് പിന്നിലും ഒരു രാഷ്ട്രീയമുണ്ടെന്ന് പ്രകടമാണ്. എന്തായാലും ആകാംക്ഷയോടെ നമുക്ക് കാത്തിരിക്കണം. റെയിൽ പദ്ധതി സംബന്ധിച്ച് കേന്ദ്രം ഒരു ബദൽ നീക്കം നടത്തുമോ എന്നത് വളരെ കൗതുകമുള്ള ഒരു പ്രഖ്യാപനം കൂടിയായത് മാറിയേക്കാം. യെസ്, എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് വർഷം ആണ് എന്നതാണ് ഏറ്റവും പ്രധാനം. അവിടെ BJPയും ചില ലക്ഷ്യങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ വോട്ടായി മാറുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ കൂടി ഉണ്ടാകുമോ എന്നതിൽ വ്യക്തതയില്ല. സാധാരണ ബജറ്റ് അവതരിപ്പിക്കുമ്പോഴൊക്കെ സർക്കാരുകൾ ആവർത്തിക്കുന്ന ഒന്നാണ്, എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യമായ പരിഗണനയാണ് നൽകുക എന്നൊക്കെ പറയുമ്പോൾ പോലും ബജറ്റിന് ചില രാഷ്ട്രീയം ഉണ്ടാകാറുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.